സാന്താക്ലോസിന്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടില്ല, ഇതെല്ലാം എന്താണെന്നറിയാമോ? നല്ല പേടിയുണ്ടായിരുന്നു ആദ്യം, പക്ഷെ പ്ലാസ്റ്റിക്കാന്ന് കരുതിയിട്ടോ അല്ലായിരുന്നേ. ഈ ഒരു ക്രിസ്മസ് അപ്പൂ അതാണ് സെലക്ട് ചെയ്തത്. ഹലോ, ഇപ്പൊ നമ്മള് വന്നിരിക്കുന്നത് വോൾമാർട്ടിലാണ്. നമ്മൾക്കൊന്ന് ക്രിസ്മസ് ട്രീ വാങ്ങിക്കാൻ വന്നതാണ്. അപ്പൊ കുറച്ച് കടകളിലൊക്കെ കയറി നോക്കിയപ്പോ അതൊന്നും ശരിയായില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ബഡ്ജറ്റിനൊത്ത് ഒരു ക്രിസ്മസ് ട്രീ ഇവിടെ ഉണ്ടാകുമോ എന്ന് നോക്കാം. അപ്പൊ വാ, നമുക്ക് അകത്തോട്ട് വാ. നമ്മൾ ഇതിനു മുന്നേ ആണെങ്കിൽ 1-2 കടകൾ പോയി നോക്കിയായിരുന്നു. ഒന്നെങ്കിൽ നല്ല വില കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സാധനം കിട്ടാനില്ല, പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ നല്ല ഓഫർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പം നമുക്കെന്നാൽ ഇവിടെ വന്നൊന്ന് നോക്കാമെന്ന് വെച്ച് വന്നതാണ്. അപ്പം ആദ്യം തന്നെ അവിടെ ഫ്രണ്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, നല്ലൊരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഹോളിഡേ ഷോപ്പിംഗ് ആയതുകൊണ്ട് ഹോളിഡേ ഐറ്റംസ് എല്ലാം ഇവിടെയാണ് വെക്കുന്നത്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഐറ്റം എല്ലാം ഈ ഒരു പർട്ടിക്കുലർ റൂമിനകത്താണ്. അപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ തന്നെ കുറേ ക്രിസ്മസ് ട്രീസ് ഉണ്ടായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് ഇത്രയും ടൈപ്പ് കണ്ടപ്പോഴത്തേക്ക് ഇതിലേത് വേണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പം നമ്മുടെ ബഡ്ജറ്റ് കൂടെ നോക്കിയിട്ട് നമുക്കിതിൽ നിന്നൊരു സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ട്, ഒത്തിരി ഒരു പല പല ഹൈറ്റിലാണെങ്കിലും എല്ലാവരും സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ചില ക്രിസ്മസ് ട്രീസിലാണെങ്കിൽ ഇതുപോലെ ലൈറ്റ് ഒന്നും ഇല്ലായിരിക്കും, ചിലതിലുണ്ടാവും. അപ്പോൾ അതെല്ലാം അതിനനുസരിച്ചാട്ടോ അതിൻ്റെ ഓരോത്തിൻ്റെ റേറ്റ്. Small one or big one? This one. This one. ഈ ക്രിസ്മസ് ട്രീ എല്ലാം കണ്ടപ്പോൾ തന്നെ ദേവനും ഭയങ്കര എക്സൈറ്റ് ആയിട്ടോ. അവളപ്പം നോക്കി ഇത് വേണം അത് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. കണ്ടോ, ഈ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഇല്ലേ, എന്നെക്കാട്ടിൽ ഹൈറ്റ് ഉണ്ട് കേട്ടോ, എത്രയോ 7 അടിയോ സംതിങ് ഉണ്ട്. അത് $79 ആയിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ അതിനകത്ത് ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ നമുക്ക് ലൈറ്റ് കൂടെ ഉള്ളത് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നോക്കുമായിരുന്നേ. ചിലത് കണ്ടില്ലേ, ആ ഒരു അതിൻ്റെ ടിപ്പിൽ കളേഴ്സ് വന്നിട്ടുണ്ട്. അതെ, ഞാൻ ഈ എടുക്കുന്നത് അടിപൊളിയാണ്. ഇതിന് 6.5 ഫീറ്റ് ആണ്. പിന്നെ അതുപോലെ ഇതിനകത്ത് ചെറിയ ചെറിയ LED ലൈറ്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഇത് കുഴപ്പമില്ല, ഇതിന് കുറച്ച് ഓഫറിൽ അവർ ഇട്ടിട്ടുമുണ്ട്. പിന്നെ ഇത് അപ്പൊ ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ ഇതുമായി. ാണെങ്കിൽ സാന്താക്ലോസിന്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആള് സാന്താക്ലോസിന്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങള് വേറെയും കൂടെ നോക്കാന്ന് വെച്ചു കേട്ടോ. ഈ വൈറ്റ് കളർ ക്രിസ്മസ് ട്രീ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സ്നോയിൻ്റെ ആ ഒരു തീമിലായിരുന്നേ. പക്ഷെ വൈറ്റ് എടുക്കണ്ടെന്ന് വിചാരിച്ചു, നമുക്ക് ഗ്രീൻ തന്നെ എടുത്താൽ മതിയെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വൈറ്റ് എടുത്താൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാം ഡാർക്ക് ഷെയ്ഡുള്ള ഈ തൂങ്ങിക്കിടക്കുന്ന ഹാങ്ങിങ്സ് ഒക്കെ എടുക്കേണ്ടി വരത്തില്ല. അതുകൊണ്ടാണ് അതെടുക്കാഞ്ഞത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരെണ്ണം അതിനകത്താണ് LED ലൈറ്റ്സും ഇല്ല. അപ്പം അതുകൊണ്ടാണ് അതൊന്നും എടുക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ആദ്യം കണ്ടൊരെണ്ണം ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലുത്, 9 അടിയോളം ഉണ്ട് കേട്ടോ. $299 അത്. നല്ല ഹൈറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് അത്രയും വലുതും വേണ്ടാലോ. എന്തായാലും ഒന്നെങ്കിൽ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ വീടിനകത്തോ വെക്കാനാണ്. അതുകൊണ്ടാണ് അതെടുക്കാഞ്ഞത്. നല്ല രസമുണ്ട്, എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മൾ എങ്ങനെ ഇതിനെ അലങ്കരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഓരോ ഭംഗിയും വരുന്നത്. നമ്മൾ അതിനകത്ത് ഇടുന്ന ഓരോ ഐറ്റംസ് വെച്ചിട്ടാണ്. അപ്പോൾ ദേവുട്ടി ഭയങ്കര എക്സൈറ്റഡാണ്, ഇങ്ങോട്ട് വാ ദേ ഇത് കാണിക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോവാ കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പന് ഒരു ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്, ഗ്ലിറ്റേഴ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കല്ലെങ്കിൽ അങ്ങനത്തെ പെട്ടെന്ന് എന്തേലും അനങ്ങുന്നതൊക്കെയാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് കാണിക്കാനാണ് വന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ തൊപ്പിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ. കുറേ ഈ ക്രിസ്മസിൻ്റെ തൊപ്പികളും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ ഉണ്ടായിരുന്നു കേട്ടോ.
എനിക്ക് തോന്നുന്നു 4, 6 അത്രയൊക്കെയാണ്. ഇത് കണ്ടോ, ഇത് നല്ല അടിപൊളിയല്ലേ. ഇത് മേളിൽ നോക്കിയാൽ ക്രിസ്മസ് അപ്പൂപ്പന്റെ ആ ഒരു മുഖംമൂടിയാണെന്ന് തോന്നും. എന്നാൽ അതൊരു തൊപ്പിയാണ് താനും. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ തൊപ്പി ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ. നമ്മൾ തൊപ്പി ഇപ്പോഴേ വാങ്ങിക്കുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വാങ്ങിക്കാന്ന് വെച്ചു. ക്രിസ്മസ് ട്രീ നേരത്തെ വാങ്ങിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇത് കണ്ടോ, ഇതിന്റെ പേര് സ്റ്റോക്കിങ്സ് എന്നാണ്. അപ്പൊ ഇത് ഇതുപോലെ ഡെക്കറേഷൻ ഒക്കെ അവർ വെച്ചേക്കുന്നതാണ്. അപ്പൊ ദൂരെ ഒരാളെ കണ്ടോ, ദേ സൂക്ഷിച്ചു നോക്ക്. ഗ്രീൻ കളറിലെ ആളില്ലേ, അതാണ് ഗ്രിഞ്ച്. അപ്പൊ ഗ്രിഞ്ചിനെ പറ്റി എനിക്ക് അധികം ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ അറിഞ്ഞാണ്. അപ്പം അത് ഞാൻ പറയാം കേട്ടോ. അപ്പം അതിന് മുന്നേ നമ്മൾ കുറച്ച് ടോപ്പിങ്സിൻ്റെ ഒക്കെ സെക്ഷനിൽ പോയി. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ മുകളിൽ വെക്കത്തില്ല, ഏറ്റവും മുകളിൽ ക്രിസ്മസ് സ്റ്റാറോ ആയിട്ടോ, അല്ലെങ്കിൽ ഇത് കണ്ടില്ല, ഇതെല്ലാം എന്താണെന്നറിയാമോ, സ്നോ ആണ്. സ്നോവിൻ്റെ ഷേപ്സ് ആണ് ഇത്. അതിനൊരു കഥയുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ US ഇങ്ങോട്ട് വന്നപ്പോൾ ഫ്ലൈറ്റിൽ നല്ല തണുപ്പല്ലേ വെളിയിൽ, അപ്പോൾ നല്ല സ്നോഫോൾ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ ആ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ സ്നോയിൻ്റെ എന്തോ ഷേപ്പ് ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ ഇത്, ഇനി ഗ്ലാസ് പൊട്ടിയതാണോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ മനസ്സിലായി സ്നോയിൻ്റെ ഓരോ ഷേപ്പ് ആണെന്നത്. അതുപോലത്തെ ടോപ്പിങ്സ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് ഭയങ്കര രസമില്ലേ കാണാൻ. ഇതിനൊക്കെ എനിക്കൊന്നു $1 ഉള്ളു. അപ്പോഴത്തേക്ക് ഒരാൾ ദൈവനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗ്രിഞ്ചിന്റെ കഥ എനിക്ക് കൂടുതൽ അറിയത്തില്ല. ഗ്രിഞ്ച് എന്ന് പറയുമ്പോളേ ആളൊരു എന്താ പറഞ്ഞ, ക്രിസ്മസിന് നമ്മൾ വെക്കത്തില്ല ഗിഫ്റ്റുകളും പ്രസന്റ് ഇല്ലേ, അതൊക്കെ ഇങ്ങനെ എടുക്കാൻ വരുന്ന ഒരാളാണ് കേട്ടോ. ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷെ ചില ആളുകൾ ഇത് തന്നെ നമ്മളെ ബാൽക്കണിയിലൊക്കെ വെക്കും ക്രിസ്മസ് അപ്പൂപ്പന് പകരമായിട്ട്. അപ്പൊ ആള് ദൈവനെ വിളിച്ചു. ദൈവന് നല്ല പേടിയുണ്ടായിരുന്നു ആദ്യം. പക്ഷെ ആള് പെട്ടെന്ന് ഹൈഫൈ ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ സമ്മതിച്ചു കേട്ടോ. ഇതെല്ലാം LED ലൈറ്റ്സ് ആണ്. അപ്പം നമുക്ക് ഏതൊക്കെ വേണമെന്ന് വെച്ചാൽ എല്ലാ റേഞ്ചിലുള്ളതും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മെയിൻലി ഈ ഗ്രീൻ കളറിൽ പല റേഞ്ചാണ്. അപ്പം നമുക്ക് എത്ര ലെങ്ത് ഉണ്ടോ അതിനനുസരിച്ചൊക്കെ ഇത് വേരി ചെയ്യുമേ. അപ്പോൾ ഈ ഒരു സംഭവം നല്ല അടിപൊളിയാണ്. ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭിത്തിയിലെല്ലാം അതിങ്ങനെ കറങ്ങി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു എന്താ പറയുക, ലൈറ്റ്സ് നല്ല രസമായിരിക്കും. അത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തീമിൽ ഉള്ളത് നോക്കാം കേട്ടോ. ഇതെനിക്കൊന്ന് സ്നോവിൻ്റെ ഒക്കെ ഒരു തീമാണെന്ന് തോന്നുന്നു. അപ്പം അത് നല്ല ഭംഗിയുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ഇതെല്ലാം ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ആണ്. അതായത് ഇപ്പം ഞാൻ കാണിച്ചില്ല, ഗ്രിഞ്ചിൻ്റെ ഒക്കെ കുറേ ടോയ് പോലത്തെ ഐറ്റംസ്. ഒരു ഗ്രിഞ്ച് മാത്രമല്ല, കുറേ സ്നോമാൻ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മാൻകുട്ടികൾ, അങ്ങനത്തെ എല്ലാം ഇതുപോലെ അവർ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് എടുക്കാമായിരുന്നു. അധികം വിലയെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ ആയിരുന്നു എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്രിസ്മസ് ട്രീ കണ്ടോ, ഭയങ്കര ഭംഗിയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു LED ലൈറ്റ്സ് ഇല്ലേ, അതിങ്ങനെ സ്പൈറൽ പോലെ ഇങ്ങനെ വരുമായിരുന്നു. നല്ല ഭംഗിയായിരിക്കും ഇത് രാത്രിയിലൊക്കെ കാണാൻ. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ്, അതല്ല ഇനി നമുക്ക് അതിൻ്റെ കളറിലുള്ളത് വേണമെങ്കിൽ കളറിലുള്ളതും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേത് വേണമെങ്കിലും എടുക്കാമായിരുന്നു കേട്ടോ. ക്രിസ്മസ് ട്രീ മാത്രം പോരല്ല, അതിനകത്ത് വെക്കുന്ന ഹാങ്ങിങ്സും വേണമായിരുന്നല്ലോ. അപ്പോൾ അത് നോക്കാൻ വന്നതാണ്. ഈ സിൽവർ കളറിലെ ഈ മണി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മളൊരു പച്ച കളർ ക്രിസ്മസ് ട്രീയിൽ അത് വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും, അത് എടുത്തറിയുകയും ചെയ്യും. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വേറെ കുറേ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, പൈൻ മരത്തിൻ്റെ ആ ഒരു കുരുവില്ലേ, അതുപോലത്തെ ഹാങ്ങിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ എടുത്ത ആ ഒരു സിൽവറിൻ്റെ തന്നെ റെഡ് കളറായിരുന്നു ഇത്. അപ്പോൾ എനിക്ക് അത് 2 കൺഫ്യൂഷനായിരുന്നു, ഇതെടുക്കണോ അല്ലെങ്കിൽ സിൽവർ എടുക്കണോ എന്ന് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു നല്ലത് സിൽവർ ആയിരിക്കും എടുത്തറിയുന്നത്. അപ്പം അതാണ് ഞാൻ ചൂസ് ചെയ്തത്. $2 എന്തോ ഉള്ളായിരുന്നു കേട്ടോ. അതുമാത്രമല്ല, കുറേ ഹാങ്ങിങ്സ് ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, നമ്മുടെ ആനയുടെയൊക്കെ ഹാങ്ങിങ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ ചെടി ശ്രദ്ധിച്ചോ, ഈ ഒരു ചുമന്ന ചെടി, ഈ പൂവുള്ള ചെടിയെ, അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ താങ്ക്സ് ഗിവിങ്ങിന് സ്പെഷ്യലാണ് ഈ ഒരു ചെടിയെ. ഇപ്പം നമുക്ക് താങ്ക്സ് ഗിവിങ് ഇവിടെ മെയിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരുടെയും താങ്ക്സ് ഒക്കെ പറയണമെങ്കിൽ അവർക്ക് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അപ്പം പ്രധാനമായിട്ട് ഈ ഒരു പൂവാണ് എല്ലാവരും ഗിഫ്റ്റ് ചെയ്യുന്നത്.
വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എവിടെ പോയാലും ഏത് ഷോപ്പിൽ പോയാലും നമുക്ക് ഈ ഒരു പൂ കാണാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് ആ ചെടി കണ്ടപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ആണെന്ന് കരുതി കേട്ടോ, അല്ലായിരുന്നേ. അപ്പോൾ അത് ഈ ഒരു ഹാങ്ങിങ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. 20 പീസിന് $4 ആയിരുന്നു എന്ന് തോന്നുന്നു. അത് ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ മുമ്പേ എടുത്തില്ലേ ആ ഒരു സിൽവർ ബെല്ലിൻ്റെയൊക്കെ, അതുകൂടെ എടുക്കാമെന്ന് വെച്ചേ. അപ്പോൾ അത് രണ്ടും നമ്മൾ ചൂസ് ചെയ്തു. പക്ഷേ ഇത്രയും നേരമായിട്ട് നമ്മൾ ഇതുവരെ ക്രിസ്മസ് ട്രീ ചൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചു. എന്നിട്ട് ലാസ്റ്റിൽ ഞാൻ ആദ്യം ഒന്ന് സെലക്ട് ചെയ്ത് വെച്ച് ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ, അതോ ഇതോ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അതുപോലെ വേറെ കുറേ ഹാങ്ങിങ് ഉണ്ട്. ഇത് കണ്ടില്ലേ, കുഞ്ഞ് പക്ഷിയാണ്, അതും അതിൻ്റെ കിളിയുടെ കൂടും. അതും നല്ല രസമുണ്ടായിരുന്നു. ദേവുന് ഇതൊക്കെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാത്തിൽ നിന്നും ഓരോന്ന് എടുത്ത് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ കുട്ടികളെ കൊണ്ട് വന്നുള്ള പ്രശ്നം, ചില ഐറ്റംസ് ഒക്കെ നമ്മൾ ഗ്ലാസ്സിലായിരിക്കും, അല്ലെങ്കിൽ സെറാമിക്, അതൊക്കെ എടുത്ത് താഴെ ഇട്ടാലോ എന്നൊരു പേടിയുണ്ടായിരുന്നേ. ഇനി നിങ്ങൾക്ക് ടേബിളിൽ വെക്കണമെങ്കിൽ ഇതേപോലത്തെ ചെറിയ ക്രിസ്മസ് ട്രീയും ഒക്കെ വെക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അതിലേക്ക് ഇറങ്ങി നടന്നേ. ഈ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ആ ഒരു കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് $7 എന്തോ ആയിരുന്നേ. ഈ കപ്പും ഇത് കണ്ട കപ്പാണെന്ന് തോന്നും, പക്ഷെ അതല്ല, അതിനകത്ത് സ്പോഞ്ചിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെടികളും ഇങ്ങനെ വെക്കാമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ കുറേ ഐറ്റംസ് ഇതുപോലത്തെ, അതായത് ഡെക്കറേറ്റീവ് ഐറ്റംസിലെ ടേബിളിൽ വെക്കുന്ന അങ്ങനത്തെയും കുറേ ഐറ്റംസും ഇവിടെ കണ്ടു കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇനിയിപ്പോൾ ക്രിസ്മസ് ട്രീ തപ്പണമല്ലോ, അതിന് വേണ്ടിയിട്ട് പോവാണേ. നോക്കി വന്നപ്പോഴേ ഈ വലിയ ഹാങ്ങിങ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ എടുത്ത ഹാങ്ങിങ്സിനെക്കാട്ടിലും എമൗണ്ടും കൂടുതലുണ്ട്, വിലയും വലിയ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതെടുക്കാമെന്ന് വെച്ചാൽ അതാകുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ നമുക്ക് ആ ക്രിസ്മസ് ട്രീയിൽ ഇരിക്കുമല്ലോ. അപ്പം നമുക്ക് ആ ചെറുത് നമ്മൾ മാറ്റിയിട്ട് ആ വലിയൊരു ഹാങ്ങിങ്സ് എടുത്തു കേട്ടോ. ഇനി അടുത്തതാണ് ഏറ്റവും വലിയ ഒരു പണി. ഈ ദേവു ഇങ്ങനെ നടക്കുന്ന വഴിക്ക് ഓരോ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ ഇടും കേട്ടോ. അതെനിക്ക് ഭയങ്കര പേടിയായിട്ടുള്ളൊരു കാര്യം. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുമോ, അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ഗ്ലാസ് ഐറ്റംസ് ഒക്കെ താഴെ ഇട്ടാൽ നമ്മളത് കൊടുക്കേണ്ട വരും അതിൻ്റെ പൈസ. കണ്ട ഈ ചെറിയ ക്രിസ്മസ് ട്രീ നല്ല ഭംഗിയില്ലേ. ഇത് നമ്മൾ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാൻ അടിപൊളിയായിരിക്കും. അതിൻ്റെ കൂടെ ആ പെൻഗ്വിനും എല്ലാം അടിപൊളിയാണ്. അതിന് $35 ഏതാണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു ടേബിളിൽ വെക്കുന്ന ചെറിയ ക്രിസ്മസ് ട്രീ വാങ്ങിക്കാമെന്നേ. അപ്പോൾ പക്ഷെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തായാലും ഇച്ചിരി വലുത് വാങ്ങിക്കാം, അപ്പോൾ നമുക്ക് ഇപ്പോൾ വാങ്ങിച്ചാൽ നമുക്ക് അടുത്ത വർഷം യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടോ, അത് നല്ല രസമുണ്ട്. അതിന് $1 ഒക്കെ ഉള്ളായിരുന്നു കേട്ടോ. അതിന് പല കളേഴ്സ് ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ഈ ടേബിളിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണമെങ്കിൽ വെക്കാം കേട്ടോ. അങ്ങനെ ഹാങ്ങിങ്സ് എല്ലാം നമ്മൾ വാങ്ങിയതിന് ശേഷം നമ്മൾ അവസാനം ക്രിസ്മസ് ട്രീ സെലക്ട് ചെയ്തു കേട്ടോ. ഞാൻ ആദ്യം കാണിച്ചില്ലേ ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ, അതാണ് സെലക്ട് ചെയ്തത്. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് ഒരു LED ലൈറ്റ് വേറെ സെപ്പറേറ്റ്, ഇതിനകത്ത് വെക്കാനല്ല, ഇതിനകത്ത് LED ലൈറ്റ്സ് ഉണ്ട്. നമ്മൾ അതല്ലാതെ സെപ്പറേറ്റ് വെക്കുന്ന ഒരു LED ലൈറ്റ് കൂടെ വാങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ക്രിസ്മസ് ട്രീ കാണാനായിട്ട്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ആ ക്രിസ്മസ് ട്രീ. കണ്ടോ, നല്ല ഭംഗിയില്ല. ഇതിനകത്താണെങ്കിൽ ലൈറ്റ് 2 രീതിയിൽ വരും കേട്ടോ. അതായത് ഇപ്പം കാണുന്നത് യെല്ലോ ലൈറ്റ് അല്ല, ഇത് കളറിലും വരുമേ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനധികം ഭയങ്കര ഹൈറ്റും ഇല്ലല്ലോ, അപ്പോൾ അത് ഞങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഇറങ്ങുന്ന വഴി ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കൊച്ചു പിള്ളേർ കളിക്കത്തില്ലേ, ഇതെല്ലാം ക്രിസ്മസിന്റെ തീമാട്ടോ. ഒന്നെങ്കിൽ എന്താ പറയുന്നത്, റെഡ്, സിൽവർ, വൈറ്റ് അങ്ങനത്തെ തീമിലുള്ള കുറേ സാധനങ്ങൾ. പിന്നെ നമ്മുടെ ഈ കപ്പൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടോ, എല്ലാം ക്രിസ്മസിന്റെ തീമിലുള്ള കപ്പ്, അതുപോലെ പ്ലേറ്റ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. നമുക്ക് ആ ഒരു സമയത്ത് ഇതിവിടെ വന്ന് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാമായിരുന്നേ. ഇതിന് $1.5 ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളും കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പം നമുക്ക് വീട്ടിൽ വന്നിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമുക്കിനി വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാവേ. ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാം. റെഡിയാണോ? ഓക്കേ. ഇതിങ്ങനെ പല പാർട്സാ അല്ലേ? അതെന്തത്?
ആ അമ്മ റെഡിയാ. ആ റെഡിയാ. അതുണ്ട്. അതെന്തത്? എന്ത് അത്? മാറിക്ക്, തൊടല്ല, നോ ടച്ചിങ്. ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രയാസമുള്ള കാര്യം കേട്ടോ. ഇത് ഓരോന്നായിട്ട് നമ്മൾ വിടർത്തണം. എല്ലാ ഇലകളും വിടർത്തി അത് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് പെട്ടെന്ന് ടൈം ലാപ്സിലിട്ട് കാണിച്ചു തരാവേ. കണ്ടോ, ഓരോ ഇതും ഇത് ഈ ഓരോ ശിഖരമല്ലേ ഇത്, ബ്രാഞ്ച്, ഇതിങ്ങനെ മാറ്റി വിടർത്തിരുന്നു ഓരോന്നെടുത്ത്. അത് ഭയങ്കര ഭംഗിയാണ്. ഈ കയറും കുറേ സമയം എടുക്കും. ഒരുവിധം എല്ലാം ശരിയാക്കിയപ്പോ ഇത്രയായി കേട്ടോ. ആദ്യം ഞാൻ വെച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ നല്ല അടിപൊളിയായി. എല്ലാം നമ്മള് ഫുള്ള് വിടർത്തി വെക്കണം. ഇപ്പൊ ഒരു ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കോറൊക്കെ ചെയ്യണം അല്ലേ ദേവു? ദേവു അവിടെ ഇതിനകത്തോട്ട് കേട്ടില്ലേ? ഇതിനകത്തോട്ടൊന്ന് ഇനി നമ്മൾ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ അവിടുന്ന് വാങ്ങിച്ച മറ്റേ ബെല്ലൊക്കെ ഇല്ലേ, അതല്ല. ഇതാ അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക്. എങ്ങനുണ്ട്? നല്ല അടിപൊളിയായിട്ടില്ലേ? ദേവുന് ഭയങ്കര ഇതാണ്. ദേവുന്റെ എല്ലാ കളിപ്പാട്ടും എടുത്ത് ദേവ് കണ്ടോ അതിന്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇതിനകത്തൊരു സാൻഡേ കണ്ടോ ദേ ഇത്. ഇതും അവളുടെ കളിപ്പാട്ടം. അത് ആ ട്രീക്കകത്ത് കയറ്റി വെച്ചേക്ക. ദേവിക്ക് ഇഷ്ടപ്പെട്ടോ? നോക്കി പറ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വ്ളോഗും ഈ ഒരു ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടോ. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു.